ഏറ്റവും മികച്ചൊരു കാര്യം ഇവിടത്തെക്കാൾ മെച്ചമായിട്ട് ഓസ്ട്രേലിയയിലുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാവസ്ഥ. ഈ കാലാവസ്ഥ എന്ന് ഞാൻ പറയുമ്പോൾ തണുപ്പിന്റെ കാര്യമല്ല. തണുപ്പ് നമുക്ക് നല്ല തണുപ്പാണെങ്കിൽ കൂടി ജാക്കറ്റൊക്കെ ഇട്ട് രക്ഷപ്പെടാം, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ ആ ഒരു ഡാർക്ക്നെസ്, ഇരുട്ട്, അതൊരു രക്ഷയില്ല. കാരണം നമ്മൾ രാവിലെ വിന്ററിലൊക്കെ രാവിലെ എണീച്ച് ജോലിക്ക് പോകുമ്പോൾ തിരിച്ചു വരുമ്പോഴൊക്കെ ഇരുട്ടാണ്, സൂര്യനെ കണി കാണാനില്ല. അതൊരു വല്ലാത്തൊരു വിഷാദ അവസ്ഥയെ നമ്മളെ തള്ളി മാറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. പക്ഷെ പൊതുവെ ഇതിങ്ങനെ തന്നെയാണ്. കാരണം നല്ലൊരു അന്തരീക്ഷം ഉണ്ടെങ്കിൽ തന്നെ, നല്ലൊരു സൂര്യപ്രകാശം കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിന് നല്ല രീതിയിൽ ഉണർവേകും. അത് ഏറ്റവും വലിയ ഘടകം തന്നെയാണ്. അത് തന്നെയാണ് ഏറ്റവും മികച്ചൊരു കാര്യം എന്ന് പറയുന്നത്. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ജോലിയാണ്. ജോലി പ്രത്യേകിച്ച് നേഴ്സുമാരുടെ കാര്യം പറയാം. നേഴ്സുമാർക്ക് സാലറി വൈസ് നല്ലൊരു വ്യത്യാസമുണ്ട് അവിടെ. ടാക്സിന്റെ കാര്യത്തിലും വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു. പക്ഷെ എങ്കിൽ കൂടി നല്ല സേവിങ്സ് വരുമ്പോൾ അവസാനം നമുക്ക് കുറച്ച് പൈസ അവിടെ മിച്ചമുണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് മാത്രമല്ല, ജോലിയുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് നേഴ്സുമാർക്കൊക്കെ ആണെങ്കിൽ അവിടുത്തെ ഒരു ജോലി ഭാരം എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഓസ്ട്രേലിയ, UK സംബന്ധിച്ച് ഞാനിപ്പോൾ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്കപ്പം മനസ്സിലായി അവിടെ കട്ടപ്പണിയാണ്. അതിനുള്ളൊരു വേതനം ഇവിടുത്തെ ഒരു രീതി വെച്ചിട്ട് കിട്ടുന്നില്ല. പക്ഷെ ഓസ്ട്രേലിയ അത് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു മെഡിക്കൽ പ്രൊഫഷനിൽ ഉള്ളവർക്ക്, പ്രത്യേകിച്ച് നേഴ്സിംഗ് മേഖലയിലുള്ളവർക്ക് ഓസ്ട്രേലിയ തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത്. പിന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസം, അല്ലെങ്കിൽ ഗവൺമെന്റ് സപ്പോർട്ട്, നമുക്കുള്ള സപ്പോർട്ട്, മറ്റേ ബെനിഫിറ്റ് സിസ്റ്റം, മെഡിക്കൽ ട്രീറ്റ്മെന്റ്, NHS, അല്ലെങ്കിൽ അവിടുത്തെ ആരോഗ്യരംഗം തുടങ്ങിയവയെല്ലാം എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ ഡ്രൈവിംഗ് ആയിക്കോട്ടെ, ഇതെല്ലാം ഏകദേശം വലിയ വ്യത്യാസങ്ങളൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എല്ലാം ഒരുപോലെ തന്നെയാണ് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ കുറച്ചുകൂടി കുട്ടികൾക്ക് വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞാൽ, സ്റ്റുഡന്റ് ലോൺ എല്ലാം കഴിഞ്ഞ് പഠിച്ചിറങ്ങിയാൽ കുറച്ചുകൂടി ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ എനിക്ക് തോന്നുന്നു ഓസ്ട്രേലിയയിലാണ്. കാരണം ഇവിടെ കുറച്ച് ലിമിറ്റഡ് ആണ് എല്ലാത്തിനും. ജോബ് വൈസ് ആണെങ്കിൽ എല്ലാത്തിനും കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. റെസ്ട്രിക്ഷൻ എന്ന് ഞാൻ പറഞ്ഞാൽ ഒത്തിരി മേഖലകൾ, ഒത്തിരി ഓപ്പണിങ്സ് കുറവാണ്. അതേസമയം ഓസ്ട്രേലിയയിൽ ഒത്തിരി കുറച്ചുകൂടി കൂടുതലുണ്ട്. അത് മാത്രമല്ല, സാലറി ആണെങ്കിൽ കൂടി മെച്ചപ്പെട്ട ഓസ്ട്രേലിയ തന്നെയാണ്. ഒരു ഉദാഹരണത്തിന് ഒരു ആർമി ജോബ്സ്, ഇപ്പൊ ഞാൻ മനസ്സിലാക്കി, എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, അദ്ദേഹത്തിന്റെ മകൻ +2 കഴിഞ്ഞ് നേരെ ആർമിയിൽ ജോയിൻ ചെയ്തു. ഓസ്ട്രേലിയൻ ആർമിയിൽ +2 കഴിഞ്ഞ് നേരെ ജോയിൻ ചെയ്തു. പുള്ളിക്ക് ആനുവൽ സാലറി ഏകദേശം $70,000 ആണ് ആനുവൽ സാലറി കിട്ടുന്നത്. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ്, അത് വേറെയാണ്. പ്ലസ് ഇത്രയും ആനുവൽ സാലറി സ്റ്റാർട്ടിങ് കിട്ടുന്നുണ്ട് ജസ്റ്റ് +2 കഴിഞ്ഞ ഒരാൾക്ക്. അതേസമയം ആ സെയിം സിറ്റുവേഷൻ UK-ലാണെങ്കിൽ ആർമിയിൽ അങ്ങനെ ജോയിൻ ചെയ്താൽ ഏകദേശം £20,000 ഒരു വർഷം വരുന്നുള്ളൂ. അപ്പൊ ആ ഒരു വ്യത്യാസം, അത് നല്ല വ്യത്യാസം തന്നെയാണ്. അങ്ങനെ പല രീതിയിലും കൂടുതൽ ഓപ്പണിങ്സ് യങ്സ്റ്റേഴ്സിനുണ്ട്. അപ്പൊ ആ രീതി നോക്കുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ഓസ്ട്രേലിയ തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം PR-ന്റെ കാര്യമാണ്. അത് നേരത്തെ പറഞ്ഞ പോലെ അല്ല, PR എന്ന് പറഞ്ഞാൽ ഏകദേശം 45 വയസ്സ് അതിനുള്ളിൽ PR കിട്ടുകയുള്ളൂ. പക്ഷെ ചില കാറ്റഗറിയിൽ, ചില ജോബിനൊക്കെ വേണമെങ്കിൽ അവർക്ക് അത് കഴിഞ്ഞാലും PR കൊടുക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് ആ കാര്യത്തിൽ ഉറപ്പില്ല. പക്ഷെ മറ്റൊരു പ്രയോജനം എന്ന് പറഞ്ഞാൽ PR-ഓട് കൂടി നമുക്ക് ഓസ്ട്രേലിയ പോകാൻ സാധിക്കും. UK-യിലൊക്കെ വന്ന് 5 വർഷം കഴിഞ്ഞാൽ PR കിട്ടുകയുള്ളൂ. പക്ഷെ അവിടെ അങ്ങനെയല്ല, PR-ഓട് കൂടി പോകാൻ സാധിക്കും. PR കിട്ടി 4 വർഷം കഴിയുമ്പോൾ നമുക്ക് സിറ്റിസൺഷിപ്പ് എടുക്കാൻ സാധിക്കും. അപ്പൊ നമുക്ക് PR-ഓട് കൂടിയാണ് അങ്ങോട്ട് പോകുന്നത്. 4-ാം വർഷം അല്ലെങ്കിൽ 4 വർഷം കഴിയുമ്പോൾ നിങ്ങൾ ഓസ്ട്രേലിയൻ സിറ്റിസണായി. അത് UK-യിലാണെങ്കിൽ നിങ്ങൾ 5 വർഷം കഴിഞ്ഞ് PR, പിന്നെ 1 വർഷം കഴിഞ്ഞ്, അപ്പോൾ 6 വർഷം എടുക്കും. ആ ഒരു വ്യത്യാസമുണ്ട്. അതാണ് മറ്റൊരു ഓസ്ട്രേലിയൻ ഗുണം എന്ന് പറയുന്നത്. ഈ UK, ഓസ്ട്രേലിയ ഇതെല്ലാം ഡെവലപ്ഡ് കൺട്രീസ് ആണ്. എന്ന് പറയുമ്പോൾ തന്നെ ഓസ്ട്രേലിയ ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ്. സ്റ്റിൽ ഡെവലപ്പ് ചെയ്യാൻ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. കാരണം ലോകത്തിലെ തന്നെ 6ാമത്തെ വലിയ രാജ്യമാണ് ഓസ്ട്രേലിയ എന്ന് പറയുന്നത്. പക്ഷെ അവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് വെറും 25 മില്യൺ ആണ്. കേരളത്തിലെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് വെറും 35 മില്യൺ ആണ്. അതായത് 3.5 കോടി. UK-യിലാകട്ടെ 6.5 കോടി, 65 മില്യൺ, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന്റെ ഒരു ഏകദേശം രൂപം മനസ്സിലായില്ലേ? അപ്പോൾ എന്ന് പറയുമ്പോൾ ഓസ്ട്രേലിയയിൽ അത്രയും വലിയ രാജ്യത്ത് ആള് വളരെ കുറവാണ്. അതുകൊണ്ട് ഇനിയും ഒത്തിരി പേർക്ക് ചെല്ലുവാനും വളരുവാനുമുള്ള അവസരങ്ങൾ നിരവധി ഉണ്ട്. നല്ല ഡെവലപ്മെന്റുകൾ, നല്ല ഓപ്പർച്യൂണിറ്റീസ് ഓസ്ട്രേലിയയിലുണ്ട്. മറിച്ച് UK-യിൽ അങ്ങനെയല്ല. UK അതിന്റെ പീക്കിൽ എത്തി നിൽക്കുകയാണ്. ഇനി വളരാനോ അല്ലെങ്കിൽ ഒന്നുമില്ല. UK എന്ന് പറയുന്നത് പോപ്പുലേറ്റഡ് ആയെന്ന് മാത്രമല്ല, പോപ്പുലേഷന്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ രീതിയിലും UK സാച്ചുറേറ്റഡ് ആണ് ഇപ്പോൾ. ഇനി അതിന് പ്രത്യേകിച്ച് ഡെവലപ്മെന്റ് സംഭവിക്കാനില്ല ഇവിടെ. പക്ഷെ അവിടെ അങ്ങനെയല്ല. 2 രാജ്യങ്ങൾ അല്ലെങ്കിൽ 2 സ്ഥലങ്ങൾ നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ സാധിക്കില്ല. കാരണം എല്ലാത്തിനും അതിന്റെ ഗുണങ്ങളും ദോഷവശങ്ങളും ഉണ്ടാകാറുണ്ട്. നമ്മുടെ കൊച്ചി, കേരളവും അല്ലെങ്കിൽ ഡൽഹി, ബോംബെ പോലുള്ള സ്ഥലങ്ങളും, ഇത് രണ്ടിനും അതിന്റെ ഗുണങ്ങളുമുണ്ട്, ദോഷങ്ങളുമുണ്ട്. നമുക്ക് ഒരിക്കലും ഈ 2 സ്ഥലങ്ങളിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ സാധിക്കില്ല, അല്ലേ? എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് UK-യും ഓസ്ട്രേലിയയും. രണ്ടിനും അതിന്റെ ഗുണങ്ങളും ദോഷവശങ്ങളും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല ഏതെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം.
എന്നല്ലാതെ നമ്മൾ ആ രാജ്യം നല്ലതാണ് ഈ രാജ്യം നല്ലതാണ് അങ്ങനെ നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ സാധിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ സാഹചര്യങ്ങൾ അത് നമുക്ക് ഇണങ്ങുമോ അതാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്, നമ്മൾ ആലോചിക്കേണ്ടത്. അങ്ങനെ ആലോചിച്ച് ഉചിതമായ തീരുമാനം എടുക്കുക. മറ്റേ വീഡിയോ വീണ്ടും കാണാം. ഗുഡ് ബൈ.